ഉറങ്ങുന്ന വെട്ടത്ത് പുതിയങ്ങാടി യാഹൂം തങ്ങൾ മൗലവിയുടെ 171ാമത് വലിയ നേർച്ചയ്ക്ക് ആവേശകരമായ തുടക്കം. ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള കുടിയേറ്റ വരവിൽ ആയിരങ്ങൾ അണിനിരന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് പ്രസിദ്ധമായ കഞ്ഞിക്കാരുടെ വരവോടെയാണ് തുടക്കമായത്. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് വാദ്യമേളങ്ങളോടുകൂടിയാണ് തുടക്കമായത്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡിവൈഎസ്പി KM ബിജു ജാരത്തിൽ ഉയർത്താനുള്ള കൊടി നേർച്ച ഭാരവാഹികൾക്ക് കൈമാറിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ബാൻഡ് മുട്ട്, ദഫ് മുട്ട്, ചീനിമുട്ട്, അറബനമുട്ട്, ചെണ്ടമേളം തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന ഘോഷയാത്ര ആരംഭിച്ചു. തിരൂർ സിറ്റി ജംഗ്ഷൻ താഴെപ്പാലം വഴി പൂഴിക്കുന്നിലൂടെ കൊടിവരവ് ജാരത്തിലെത്തി. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം കൊടിമരത്തിൽ കൊടിയേറ്റവും നടന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നേർച്ച കമ്മിറ്റി സംഘാടകരും ഉൾപ്പെടെയുള്ളവരാണ് കൊടിയേറ്റ വരവിൽ പങ്കാളികളായത്. BP അങ്ങാടിയിലെ മാർക്കറ്റിൽ നിന്നും ജാരത്തിലേക്ക് എത്തിച്ച അരി ഉപയോഗിച്ചാണ് നേർച്ച ദിവസങ്ങളിൽ കഞ്ഞി വിതരണം ചെയ്യുക. 3 ദിവസങ്ങളായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും 50-ൽ പരം പെട്ടിവരവുകൾ ജാരത്തിൽ എത്തിച്ചേരും. ബുധനാഴ്ച പുലർച്ചെ വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ പെട്ടിവരവോടെ കമ്പം കത്തിക്കൽ ചടങ്ങിന് ശേഷം നേർച്ചയ്ക്ക് സമാപനം കുറിക്കും. മലബാർ ടൈംസ്, തിരൂർ.